വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ് നോക്കാൻ പോണത്. ആസ് യൂഷ്വൽ ഇന്ന് വർക്കുണ്ടായി, വർക്കൊക്കെ തീർത്ത് ഏറെക്കുറെ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഈവനിങ് കോഫി ടീ ഒക്കെ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞാൽ കുറച്ച് ഓഫീസിൽ നിന്നൊന്ന് നടക്കണം. അപ്പോൾ അങ്ങനെ പുറത്ത് പോയി കുടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഒരു 4-4:30 ടൈമൊക്കെ ആയിട്ടുണ്ടത്. വെയിലുണ്ട്, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ആ വഴിയിലങ്ങനെ തിരക്ക് കുറവാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ കോഫി ടീ ഒക്കെ കുടിക്കാനായിട്ട് മിക്കപ്പോഴും വരാറ്. നല്ല അടിപൊളി കോഫിയാണ് കേട്ടോ ആ ലൊക്കാലിറ്റിയിലുള്ളതിൽ വെച്ച്. അപ്പോൾ അവിടേക്ക് തന്നെ പോയി. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാർക്കൊക്കെ ഉണ്ട്. ആ പാർക്കിൻ്റെ ഇതിൽ വന്നതാണ് ഈ ലേക്കൊക്കെ. നല്ല വ്യൂ ആട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ പോയിരുന്നു. ഞാനും ഇവനും കോഫിയുടെ ആളാണ്, അവൾ ടീയുടെ ആളാണ്. അങ്ങനെ ഞങ്ങൾ കോഫിയും ടീയും പറഞ്ഞു. കുറച്ചധികം നേരം എന്താ പറയുക, കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ദെൻ ഞങ്ങളുടെ കോഫി ടീ വന്നു. നല്ല ചൂടോട് കൂടിയാണ് എപ്പോഴും കിട്ടാറ്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞങ്ങൾ കുടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞോട്ട് ടീ ആണ്, ഞങ്ങൾക്ക് കോഫി. പിന്നെ ഞങ്ങൾ കരുതി ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്നാക്സ് കഴിക്കാറില്ല, അങ്ങനെ സാൻഡ്വിച്ച് ട്രൈ ചെയ്യാമെന്ന് കരുതി സാൻഡ്വിച്ച് വാങ്ങി. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് അടപടലം മൂഞ്ചിയതാണ്. അതുകൊണ്ട് 1-2 തീരുമാനിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ എന്താ പറയുക, നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ ഞങ്ങളത് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ടിരുന്നു. കുറച്ച് നേരം സംസാരിച്ചു. എന്തെങ്കിലുമൊക്കെ പറയാനും സംഭവങ്ങളൊക്കെ ആയിട്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നേരം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നല്ല വർക്കായിരുന്നു. അത് കാരണം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കൽ കുറവായിരുന്നു. ഇന്ന് പക്ഷേ ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ പറ്റി. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ സാൻഡ്വിച്ച് ഓപ്പൺ ആക്കിയാണ്. ഞങ്ങൾ ഓപ്പൺ ആക്കിയപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ഫില്ലിംഗ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷം, പൈസക്ക് എന്താ പറയുക വെർത്താണല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ എന്താ പറയുക പാക്ക് അഴിച്ചു, തുറന്നൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. നല്ലതായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ക്യാബേജും ചെറിയ ചെറിയ ചിക്കൻ്റെ പീസും സോസൊക്കെ ആയിട്ടുള്ളൊരു ഫില്ലിങ്ങൊക്കെ ആയിരുന്നു. ഇഷ്ടമായി. ഞങ്ങൾ ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് കഴിച്ചതിൽ നല്ലൊരു എന്താ പറയുക ബ്രെഡ് സാൻഡ്വിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിജയകരമായി ഞങ്ങളുടെ കോഫി കുടിക്കൽ അവിടെ തീർത്തിരിക്കുകയാണ്. ശേഷം കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറിയതാണ് കണ്ണി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ലേക്ക് നിന്നപ്പോൾ അവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ. അതുങ്ങൾക്ക് ആരോ മറ്റേ ലിപ്പ് ചുണ്ടിൻ്റെ ഇടയിൽ വെക്കണം കൂളില്ലേ, അതിട്ട് കൊടുത്തേക്കണം. അവരാണെങ്കിൽ അത് വന്ന് തട്ടി പേടിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് അത് കളയാനായിട്ട് ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ടു. പിന്നെ ആ വ്യൂ ഒക്കെ നോക്കി കുറേ നേരം അവിടെ നിന്നു. അവൾ എന്തൊക്കെയോ പറയണ്ട അതിൻ്റെ ഒപ്പം. എപ്പോഴും ഇവിടെ ആളില്ലെങ്കിൽ നല്ല രസമുണ്ട്. ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കാവും. ആളില്ലെങ്കിൽ നല്ല രസം, ഇവിടുത്തെ വ്യൂവും അവിടെ നിൽക്കാൻ തന്നെ നല്ല രസം. ദെൻ ഞങ്ങൾ തിരിച്ച് നടക്കണതിൻ്റെ ഒപ്പം തന്നെ ഇവർ തമ്മിൽ നല്ല പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. രണ്ടും കണ്ട കീരിയും പാമ്പാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് അത്, ഞാൻ കണ്ട അന്ന് തൊട്ട് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും. പിന്നെ എന്താ കഥകളും തള്ളൊക്കെ കേട്ട് ഇങ്ങനെ നടന്നങ്ങോട്ട് പോവേന്. ഒരു കയറ്റം ഉണ്ടാകും. നമ്മൾ ചായ കുടിക്കാൻ വരുമ്പോൾ നല്ല സുഖം, ഇറക്കമാണ്. അങ്ങോട്ട് പോകുമ്പോൾ കയറ്റമാണ്. അപ്പോഴത്തേക്കും നമ്മൾ കുടിച്ച ചായയും സാൻഡ്വിച്ചൊക്കെ ദഹിച്ചിട്ടുണ്ടാവും. സോ ചിരിച്ച് കളിച്ച് മുകളിലേക്ക് അങ്ങോട്ട് എത്തിയാണ്, ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യമായിട്ട് വിശേഷങ്ങളൊക്കെ പറയണ്ടില്ലായിരുന്നേ. അപ്പോഴാണ് ഞങ്ങൾ ആകാശത്ത് നോക്കിയപ്പോൾ, പണ്ടൊക്കെ നമ്മൾ നോക്കാറില്ലേ റോക്കറ്റ് പോകുമ്പോൾ മറ്റേ ആകാശത്ത് ആ സംഭവം കുറേ നാൾക്ക് ശേഷമോട്ട് ഇത് ഞാനിങ്ങനെ ശ്രദ്ധിക്കണേ. അത് കണ്ടപ്പോൾ അതൊന്ന് ക്യാപ്ചർ ചെയ്തു. ദെൻ ഞങ്ങൾ മുകളിലേക്ക് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഫ്ലോറിൽ ഏത് ഭാഗത്തായിട്ടാണ് വന്നതെന്ന് ഒരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ അത് നോക്കി നിന്നതാണ്. ദെൻ ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോവേനു. ഓഫീസിൽ എന്തായാലും ഏറെക്കുറെ ഞങ്ങൾ ഇറങ്ങാറായിട്ടുള്ള ടൈമായിട്ടുണ്ട്. ഓഫീസിൽ കയറി. പിന്നെന്താ, ബാക്കിയുള്ള പെൻഡിങ് കുറച്ച് വർക്കുണ്ടായി, അതൊക്കെ തീർക്കാനിരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസ് മേറ്റ് അവിടെ ഉണ്ടായി. ആൾ കണ്ടപ്പോൾ നോക്കി എന്തും പറഞ്ഞതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വർക്ക്സിലേക്കൊക്കെ കടന്നു.
ദെൻ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഏറെക്കുറെ ടൈമായിട്ടുണ്ടായി ഞങ്ങളുടെ. അപ്പോഴത്തേക്കും ഇറങ്ങാനുള്ള ടൈമായി. ദെൻ ഇറങ്ങാനായിട്ടിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായി, അതിന് വേണ്ടി പോയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഡ്രസ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായി. പിന്നെ ഇവിടെ നിന്ന് 2 ഇയറിങ്സ് എടുത്തു ഒരാൾക്ക് വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നൊരു ഈവനിങ് ഉണ്ടായ എന്താ പറയുക കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുക. ബൈ.